ഹായ്, എന്താ പാടെ? സുഖല്ലേ? ഞാനിപ്പോൾ രാവിലെ നേരെ അങ്ങനെ വെളുക്കുന്നുള്ളൂ. സമയം എത്രയായി? 5:45 കഴിഞ്ഞിട്ടുള്ളൂ. 6 മണി ആകണുള്ളൂ. ഞാനിങ്ങനെ നീച്ചിട്ട് ഇൻസ്റ്റ നോക്കിയപ്പോൾ പിന്നെ അതിലുണ്ട് ഭയങ്കര തെറി വിളി നമ്മളെ. അപ്പം തെറി വിളിച്ചത് മുഴുവൻ ഫേക്ക് ഐഡിയ. അപ്പം ഏറെക്കുറെ എന്താണ് വിഷയം എന്ന് നോക്കുമ്പോൾ ഒക്കെ ഞാൻ ഇന്നലെ ജസ്ന കുറിനേട്ടൻ്റെ ഒരു വീഡിയോ ചെയ്തിരിക്കണല്ലോ, അത് സംബന്ധമായിട്ടാണ് സംസാരിച്ചും കൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ എന്ത് ചെയ്തു, എന്താണ് സംഭവം എന്നറിയാൻ വേണ്ടി അക്കൗണ്ടിൽ വീണ്ടും ഒന്ന് കയറി നോക്കി. അപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഇങ്ങോട്ട് റിട്ടേൺ വന്നിക്കണു. അതുപോലെ തന്നെ ഇതുവരെ കാണാനില്ലാത്ത കുറിനേട്ടനും പ്രത്യക്ഷപ്പെട്ടിക്കണു. അപ്പോൾ കുറിനേട്ടൻ എന്താ പറയാനുള്ളതെന്ന് നോക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് അതിന് മറുപടി പറയാം. കുറിനേട്ടനെ അധികമായിട്ട് വലിച്ചു നീട്ടിപ്പിക്കാനൊന്നും പറ്റൂല. കാരണം എന്താ അറിയോ, ഓൻ്റെ സംസാരം അങ്ങനെയാണ്. അതുകൊണ്ട് ആദ്യത്തെ ഒരു 2 ലൈന് കേൾക്കാം, ബാക്കി നമുക്ക് വഴിയേ പറയാം. ഹായ്, ഹലോ. അപ്പോൾ ഞാൻ ഇന്ന് നമ്മൾ രാവിലെ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോ കമന്റ്സ് ഞാൻ അങ്ങനെ വായിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നുന്നു ഒരുവിധ ആൾക്കാരൊക്കെ നെഗറ്റീവാ പറഞ്ഞത്. കഴിഞ്ഞിട്ട് പോയാൽ പോലായിരുന്നു. കേട്ടില്ലേ? കൂടുതൽ വലിച്ചു നീട്ടിപ്പിക്കണില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല. ഓനൊരു വീഡിയോ ചെയ്തിത്രേ, മറ്റേ ജസ്നാന്റെ ഈ വിഷയത്തെ കുറിച്ചിട്ട്, ഹോസ്പിറ്റലിലാണെന്നുള്ളതിനെ കുറിച്ചിട്ടൊരു വീഡിയോ ചെയ്തിത്രേ. അപ്പൊ അതിൽ ഓനക്ക് തോന്നുന്നു മുഴുവൻ തെറിവിളി മാത്രമാണ് എന്നുള്ളത്, നെഗറ്റീവ് മാത്രമാണ് എന്നുള്ളത്. എന്റെ അങ്ങനെ വന്നെന്നറിയില്ല. ഫേസ്ബുക്കിന് വല്ല എററും സംഭവിച്ചതാണോ അറിയില്ല. അപ്പൊ അതിന്റെ ഒരു എക്സ്പ്ലനേഷനുമായിട്ടാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. അത് കേൾക്കപ്പെടാൻ ആയിരിക്കാൻ നേരം. അതുകൊണ്ട് അതാണ് ഞാൻ പറഞ്ഞത്, വലിച്ചു നീട്ടാൻ എനിക്ക് താല്പര്യമില്ല എന്നുള്ളത്. ഉള്ളത് ചുരുക്കി പറയാ എന്നുള്ളതുള്ളൂ. അപ്പൊ ആളെന്തായാലും വീണ്ടും വന്നിക്കണു. ഇനിയിപ്പോ സഹായത്തിനൊക്കെ ആള് വേണ്ടേ? കുരിഞ്ഞേട്ടനല്ലാതെ പിന്നെ വേറെ ആരാ സഹായിക്കാതെ ഉമ്മായത്തെ സ്റ്റേജിൽ കിടക്കുമ്പോ എല്ലാരും പാടെ കൂടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് ഒരു പണിയും കൊടുത്തിട്ട് പിന്നെ ഓരോരുന്ന് കായും വാങ്ങിയിട്ട് അത്യാവശ്യം കുറച്ച് ദിവസമൊക്കെ അടിച്ചു പൊളിച്ച് ജീവിക്കാന്നൊക്കെ വിചാരിച്ച് തുടങ്ങിയ പ്ലാനാ. പക്ഷെ എന്തായി, പ്ലാനൊക്കെ പാടെ മൂഞ്ചിക്കണു. അതിന്റെ ഭാഗമായിട്ടുള്ള വീഡിയോസുകളാണ് ഇപ്പോൾ ഇറക്കിയും കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ജസ്ന കുറിനേട്ടന് എന്താ പറയാനുള്ളത് നമുക്കൊന്ന് നോക്കാം. അതും എന്താ പറയാ, വലിച്ചു നീട്ടാനൊന്നും താല്പര്യമില്ല. ഞാനൊന്ന് വേണമെങ്കിൽ ഫാസ്റ്റ് അടിച്ചിട്ട് കാര്യങ്ങൾക്ക് മനസ്സിലാകണ മാതിരി ഒന്ന് പറഞ്ഞുതരാം. എപ്പയാ എങ്ങനെ ഇതൊക്കെ ചോദിക്കാൻ പറ്റുന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അതിന് മാത്രമൊക്കെ എന്നോട് ശത്രുത വെച്ച് പുലർത്തുന്നത് എന്തിനാണ് എന്നുള്ളതും അറിയാത്തൊരു സംഭവമാണേ. അപ്പോ കാര്യത്തിലാണോ തമാശ രൂപത്തിലാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരുത്തരം വിളിച്ചിട്ട് എന്നോട് ചോദിച്ചു മയ്യത്ത് നിസ്കാരം എപ്പോഴാണെന്ന്. അത് കേട്ടപ്പം അതൊന്നും ഷോക്കായി പോയിട്ടോ. അപ്പൊ നിങ്ങൾ ഇതെല്ലാം റെക്കോർഡ് ചെയ്യാറില്ല, ഇതെന്തേ റെക്കോർഡ് ചെയ്യാൻ? എൻ്റെ അടുത്ത് ഫോണില്ല, ഒരു ഫോണേ കയ്യിലായിരുന്നു. ഐഫോണിൻ്റെ അകത്ത് ഓട്ടോമാറ്റിക് ആയിട്ട് റെക്കോർഡ് വേറെ ആപ്പ് കേട്ടണം കേട്ടോ, അല്ലാതെ പറ്റൂല. ഞാൻ മറ്റൊരു ഫോൺ വെച്ചിട്ടാണ് റെക്കോർഡ് ചെയ്യാറ്. ഐഫോണിലൊക്കെ ഉണ്ട് റെക്കോർഡിങ്, എനിക്കറിയില്ല. ഫോൺ എൻ്റെ അടുത്ത് ഇല്ലായിരുന്നു, ഒരു ഫോണാണ് എൻ്റെ കയ്യിലുള്ളത്. ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലല്ലായിരുന്നു ഓളെന്ന്. ഓൾ ഹോസ്പിറ്റലിലേക്ക് ആകെ ഒരു ദിവസം പോയി കിടന്നിക്കണ്. അത് മുഴുവൻ ഓൾ ഉറങ്ങുമ്പോഴും ബോധം പോകുമ്പോഴും വയ്യാതെ ആകുമ്പോഴും നീച്ചിരിക്കുമ്പോഴും മുഴുവൻ റെക്കോർഡാ. അതും മറ്റേ ഒരു തല കാസർഗോഡാണെങ്കിൽ ഒരു തല തിരുവനന്തപുരം, അമ്മാറ്റ ലോങ് വീഡിയോ ഇട്ടിക്കണത്. ഓളെ കുലിക്കണു, സമാധാനിപ്പിക്കണു. അതൊക്കെ പോട്ടെ, ഇത്തിരി ആള് വന്നിട്ടും മരണത്തോട് മല്ലടിച്ച് കിടക്കാറിഞ്ഞിട്ടും എവിടെ എൻ്റെ സലീമൻ? പണ്ട് പത്തേമാരിയിൽ ദുബായിക്ക് പോയതല്ലേ, ഇതുവരെ വന്നില്ലേ? ഇനിയിപ്പോ ഇങ്ങനത്തെ സ്റ്റേജിലാണ് മരിച്ചാൻ കിടക്കുകയാണെന്ന് ഇജന്നെ പറഞ്ഞു. എന്നിട്ടും ആ ചങ്ങായിക്ക് വരണമെന്നില്ലല്ലോ. എന്താ ചെയ്യല്ലേ? സ്നേഹക്കൂടുതലുണ്ടായിരിക്കും. പിന്നെ ഇവിടെ കുരിഞ്ഞേട്ടനും ഇപ്പൊ വേറെ ഏതൊക്കെ ഒരാളെയും കൂടി കിട്ടിയിരിക്കണല്ലോ, ഓലൊക്കെ ഉണ്ടല്ലോ നോക്കാം. കുരിഞ്ഞേട്ടപ്പോ അനക്ക് എക്സ്പ്ലനേഷൻ തരാൻ വന്നിക്ക. എൻ്റെ പേരിലൊരു വീഡിയോ ഇട്ടു, അതിന് നാട്ടുകാർ മുഴുവൻ തെറി പറയാണ്, ഞാൻ എന്ത് ചെയ്യാനാ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ എന്തായാലും സലീം ഇതൊക്കെ ഇരുന്ന് കാണുന്നുണ്ടാവൂലേ? എവിടെ? ദുബായിലല്ലേ? ദുബായിൽ നിന്ന് എല്ലാരും പോന്നാലും ഈ ചങ്ങായി പോരൂല. അപ്പൊ അവൾ ഇങ്ങനെ കിടക്കുക. എന്നിട്ടും ഓന് ഹേ എമ്മാരത്തെ വലിയ അസുഖമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞ മാതിരി മരിച്ചോളെ ഓൾക്ക് ജീവിച്ചാൻ പറ്റുള്ളൂ, അങ്ങനത്തെ ഒരു അസുഖമാണ് ഓൾക്ക്. അപ്പോൾ അവിടെ പോയിട്ട് അവിടുന്ന് കറക്റ്റ് ചികിത്സ ഒന്നും കിട്ടിയില്ല. അതിൻ്റെ ഇഞ്ചക്ഷൻ മാറ്റി കുത്തി. അപ്പോൾ ആ നേഴ്സ് എന്തോ ഒരു ഉദ്ദേശം വെച്ചിട്ടാണ് അങ്ങനെ ചെയ്തത്. അതെന്താണെന്നൊരു പറയാൻ കൂട്ടാക്കുന്നില്ല എന്നുള്ള പറഞ്ഞിട്ടുള്ള കാരണങ്ങളായിരുന്നു. ഒന്നരാടം ആത്മഹത്യ ചെയ്യാൻ പോയി. ഇവൾക്കിപ്പോൾ ഒരു ഗ്ലൂക്കോസ് മറ്റേ ഒരു ഇഞ്ചക്ഷൻ മാറ്റി കുത്തിയത്. അപ്പോൾ വലിയ വിഷയം.
വല്ലാത്തൊരു ജന്മം തന്നെ. അപ്പൊ പിന്നെ ഈ ആഴ്ചയിൽ 3 ആത്മഹത്യ ചെയ്യാൻ നടന്നിരുന്നു. അന്നൊക്കെ പോയി അവിടെ ഇരുന്നിരുന്നു. അന്നൊക്കെ എന്താ പറയാ, വീഡിയോക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോസ് ആയിരുന്നു. ഇത് സംഭവം എന്താ സംഭവം എന്നറിയോ? ഇവൾ അടിക്കടിക്ക് ഈ ആത്മഹത്യ കേസും പറഞ്ഞിട്ട് അങ്ങോട്ട് ഹോസ്പിറ്റലിലേക്ക് ഇങ്ങനെ ചെല്ലും. അന്നൊന്നും ഇത് കുത്തൂല, വീഡിയോയിൽ എടുക്കുക, നീച്ച് പോരുക, ഇതായിരുന്ന പരിപാടി. ഇപ്രാവശ്യം എന്ത് ചെയ്തു? സിസ്റ്റർ നല്ലൊരു പണിയാണ് കൊടുത്തേക്കണു, അതാണ് ഏൽക്കും ചെയ്തിരിക്കണു. അപ്പൊ എന്ത് ചെയ്തു? അതിന്റെ പേരിൽ എന്തെങ്കിലും കിട്ടുമോ നോക്കിയിട്ടാണ് 37 വന്നിക്കുന്നത്. എന്തായാലും ബാക്കി കേൾക്കാം, പറ. വീഡിയോ റെക്കോർഡ് ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലൊന്നും അല്ലായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി പോയി. എൻ്റെ എന്താ പറയുക, ക്ഷീണവും തളർച്ചയും ഒക്കെ അവിടെ തീർന്നു. തോറ്റു കൊടുക്കരുത് എന്നുള്ളൊരവസ്ഥയിലായിപ്പോയി. കാരണം തോറ്റാ കൈയടിക്കാൻ 100 ആളുണ്ട് എന്നുള്ളത് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് കണ്ടമാനം തോറ്റിക്കണം. അന്ന് എല്ലാരും കൈയടിച്ചു കൊടുത്തിട്ട് ജയിക്കാൻ വേണ്ടി എന്താ ഇവിടെ ചെയ്തിരിക്കണത്? ആയ കാലത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മി തല്ലിപ്പിച്ചിട്ടും പിന്നെ വർഗീയത പറഞ്ഞിട്ടും ആ ഗുരുവായൂർ അമ്പലനാടയിൽ പോയി നിന്നിട്ട് അവിടെ നിന്ന് ഡാൻസ് കളിച്ചിട്ടും പിന്നെ എന്താ പറയാ, ഈ ഇറച്ചി മീൻ യൂസ് ചെയ്യുന്ന ഓരോ സാധനങ്ങൾ ഉണ്ടാക്കിയിട്ട് ഈ അമ്പലനടയിലേക്ക് കൊണ്ടുപോയി കൊടുക്കലും ഇങ്ങനത്തെ നല്ല സൽക്കർമ്മങ്ങളിലെ ചെയ്തിന്ന് അല്ലേ? ബാക്കി പറ. ജയിച്ചു ചെല്ലുമ്പം സ്വീകരണം കിട്ടുന്നേക്കാട്ടിലും തോറ്റു ചെല്ലുമ്പാണ് സ്വീകരണം കിട്ടുന്നത് എന്നുള്ളത് മനസ്സിലായി. ജയിച്ചിട്ടില്ലല്ലോ, അപ്പൊ മനസ്സിലാവും. കാരണം അത്രയും ആൾക്കാര് ജസ്റ്റ് ഒരു വീഡിയോന്റെ താഴെ കമന്റ് ഇട്ടിട്ടുണ്ട്. അത്രയും ആൾക്കാര് തെറ്റ് ചെയ്ത ഒരാൾക്ക് സപ്പോർട്ടായിട്ട് നിന്നിട്ടുണ്ട്. ഓപ്പോസിറ്റ് സൈഡിൽ ഞാനാണ് എന്നതിന്റെ പേര്. അതെന്താ അങ്ങനെ ഒരു ടോക്ക്? ഓപ്പോസിറ്റ് സൈഡിൽ ഞാനാണ് എന്നതിന്റെ പേരിൽ മാത്രം അന്നെ വിമർശിക്കുന്നത് മുസ്ലിങ്ങൾ മാത്രമാണോ? അല്ലെ ഹിന്ദുക്കൾ മാത്രമാണോ? അല്ലെ ക്രിസ്ത്യാനികൾ മാത്രമാണോ? എല്ലാവർക്കും അന്നിട്ട് ഭയങ്കര അസൂയ. എന്നാലോ ഈ നാടിന് ചെയ്യണത് അത്രയും നല്ല സൽക്കർമ്മങ്ങളാ അല്ലേ? ഇജന്നെ ഒന്ന് ആലോചിച്ചോക്കെ. ഇനി പറ്റുച്ചക്ക് യൂട്യൂബിൽ കയറിയിട്ട് ഇജന്നെ എൻ്റെ ഒരു 2 കൊല്ലം 3 കൊല്ലം മുമ്പുള്ള വീഡിയോ, കൂടുതൽ അങ്ങോട്ടൊന്നും പോണ്ട, ഒന്ന് കണ്ടോക്ക. എൻ്റെ ഫോൺ ഇജന്നെ എറിഞ്ഞ് പൊളിച്ചു. അമ്മാരിത്തെ തറ വേലകളല്ലേ ഇജ് കാണിച്ചിരുന്നത്. ഇജന്റെ പറഞ്ഞിരുന്നെ ആരുമില്ല, എനിക്ക് അങ്ങനെ പടച്ചോനും വേണ്ട, എനിക്ക് അങ്ങനെ ദൈവവും വേണ്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു എന്താ പറയാ, കണ്ണന്റെ ഫോട്ടോ വെച്ചിട്ട് ഇജ് കുറെ സംഖ്യകളെ പറ്റിച്ചാന്ന് നോക്കണം അല്ലേ? അവസാന കാര്യങ്ങളൊക്കെ ഓൽക്ക് തിരിഞ്ഞു വരികയെന്ന് കണ്ടേക്ക് ഇജ് എന്ത് ചെയ്തു അറിയോ? ഒറ്റയടിക്ക് ഇതെന്നെ ഒന്ന് പ്രഷർ കൂട്ടാൻ വേണ്ടിയിട്ട് ഞാൻ തട്ടം ഉപേക്ഷിച്ചു എന്ന് പറഞ്ഞു. അതുമേയും ഏറ്റില്ല. പിന്നെ ഇജ് കുറെ വീഡിയോ ചെയ്തു. അതെന്താ? മോഡിയുടെ ഫോട്ടോ, അതല്ലെങ്കിൽ ഏതെങ്കിലും BJPയുടെ നേതാവിന്റെ ഫോട്ടോ എടുത്തിട്ട് ഞാനൊരു പിന്നെ മുസ്ലിം സ്ത്രീ ആയതുകൊണ്ടാണോ എന്നെ എങ്ങനെ ഉപദ്രവിക്കുന്നത്, ഞാൻ കണ്ണനെ വരച്ച് പിന്നെ എന്താ പറയുക ജീവിക്കുന്നത് കൊണ്ടാണോ എന്നെ എങ്ങനെ ദ്രോഹിക്കുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇജന്നെ എൻ്റെ ഫേക്ക് ഐഡിന്ന് കമന്റ് ഇടുക, ഇജന്നെ അതിന് മറുപടി പറയാം. അവസാനം അതും പോയി ഒരു മൂലക്ക്. അപ്പൊ എന്ത് ചെയ്തു? ആഴ്ചയിൽ 3 വട്ടം ആത്മഹത്യ തുടങ്ങി. എന്തേ? പിന്നെ ദാ മരിച്ചു, ദപ്പ ചാകും, ദാ ചാകാൻ പോകണ, ചാത്തു, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അടിക്കടിക്കാൻ്റെ വീഡിയോ വരും. ഇപ്പൊ ഞങ്ങൾക്കൊരു വീഡിയോ സ്ക്രീൻഷോട്ടും കാണിച്ചു തരാം. അതെന്തിനാ അറിയോ? ഇവളെ എത്രമാത്രം ഗെയിം കളിക്കുന്നുണ്ടെന്നൊന്നും മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇവൾക്കെതിരെ ഒരു 6 മാസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. എന്താ, ഇവളൊരു ആത്മഹത്യയാണ് എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഒരു ഹോസ്പിറ്റലിലത്തേക്ക് ഒരു എന്താ പറയാ, ബെഡ്മ കിടക്കുന്നതും ഇങ്ങനെയൊക്കെ കിടക്കുന്നതൊക്കെ ഉള്ള ഒരു ഇത് വെച്ചിരുന്നു, ഫോട്ടോസൊക്കെ വെച്ചിരുന്നു. അപ്പൊ ഞാൻ എടുത്തിട്ട് അന്ന് തന്നെ റിയാക്ട് ചെയ്തിരുന്നു ഒരു 6 മാസം മുമ്പ് കേട്ടോ. ആ സാധനമാണ് ഓളി ഇന്നലെ വീണ്ടും വെച്ചിക്കണേ. എന്ത്? ഓളി ഹോസ്പിറ്റലിലാണ് എന്ന് പറഞ്ഞിട്ട് വീണ്ടും വെച്ചിക്കണേ. ഞാൻ കാണിച്ചുതരാം. ഇതൊന്ന് നോക്കാം. ഇതെന്നാ ഡേറ്റ് നോക്കാം? ഡിസംബർ 27, 2025 ഇത് ഞാൻ പിന്നെ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. അന്ന് ആ മൊബൈലിൽ കാണുന്നുണ്ടോ? അന്ന് എങ്ങനെയാണ് ആ കട്ടിലുമ്മ കിടക്കണേ. അതന്നെ അവള് ഇന്നലെയും പോസ്റ്റ് ചെയ്തിരിക്കണു. ഞാൻ കാണിച്ചു തരാം. ഇതാട്ടോ, ഇതവളുടെ പേജാണ്. ഈ പേജിൽ നോക്കി, ഇതില്ലേ, ഇതിന്റെ കമന്റ് ഞാൻ കാണിച്ചു തരാം. ഈ സാധനം പോസ്റ്റ് ചെയ്തിട്ട് ആകെ ആയിട്ടുള്ളത് ടൈമാണിത്. ഇതാണല്ലോ 12 അവർ. ഈ വീഡിയോ തന്നെയാണ് ഞാൻ നിങ്ങൾക്ക് നേരത്തെ കാണിച്ചു തന്നത്. എന്ന് 6 മാസം മുമ്പ് ഞാൻ ഈ ഫോട്ടോന്റെ കയ്യിൽ കിട്ടിയിട്ട് റിയാക്ട് ചെയ്തിരിക്കുന്നു. ഇവൾ എത്രത്തോളം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്, എത്രത്തോളം ജനങ്ങളെ വിഡ്ഢിയാക്കുന്നുണ്ട് എന്നുള്ളതിന്റെ ഒരു ചെറിയ എക്സാമ്പിളാണ് ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തന്നത്. എന്തായാലും അവൾക്ക് പറയാനുള്ളത് നമുക്ക് കുറച്ചേരം കൂടി ഒന്ന് കേൾക്കാം. ഒരുപാട് കേൾക്കാനൊന്നും താല്പര്യമില്ല, കുറച്ചേരം ഒന്ന് കേൾക്കാം. കാരണം ഞാൻ ഹോസ്പിറ്റലിലാവാനുള്ള കാരണം
എന്ന് പറഞ്ഞിട്ട് ഒരു ഹോസ്പിറ്റലുണ്ട്. അപ്പം ആ ഹോസ്പിറ്റലിലത്തെ നേഴ്സിനോട് ഇഞ്ചക്ഷൻ മാറി കുത്തിപ്പോയി. അപ്പം മാറി കുത്തിയിട്ടിപ്പം 1 മാസത്തിൻ്റെ അടുത്തായി. അത് പിന്നീട് എനിക്ക് നടക്കാനൊന്നും പറ്റുന്നില്ലായിരുന്നു. ഓൾക്ക് നടക്കാൻ പറ്റൂല. ഇന്നലെ പേരും തിരുവാതിരക്കളി ഇരുന്നു ഓള്. ഇന്നലെ ഓളെ ഏതോ ഒരു ലവറെ മറ്റേ കണ്ടുമുട്ടാൻ പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളൊരു വീഡിയോ ഉണ്ടായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഒരുപാട് സന്തോഷത്തോടെയാണ് ഈ ഒരു ദിവസം ഞാൻ തുടങ്ങുന്നത്. ആ സന്തോഷം ഞാൻ എങ്ങനെയാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞറിയിച്ച് തരേണ്ടത് എന്ന് എനിക്ക് അറിയില്ല. അറിയില്ലേ പറയണ്ടേ. സന്തോഷം ഇട്ടിട്ട് 1 ഡേ, ഒരു ദിവസമായിട്ടുള്ളൂ. പറയാൻ പറ്റുന്നില്ല. മറ്റേ നമ്മുടെ ഒരു സിനിമ പറയുന്നില്ലേ, ഒരു സിനിമയിലോ അടിവയറ്റിൽ മഞ്ഞ് വീഴുന്ന ഫീലിന് അതേപോലെ ഫീല്, കൈയും കാലം ഇങ്ങനെ വിറയ്ക്കുന്നു. എന്താ പറയാ, ഇന്നലെ ഉറങ്ങിയത് നസറിയ അടിവയറ്റിൽ മഞ്ഞ് വീണ മാതിരി എന്നൊരു ഫീല് ഒരു സിനിമയിൽ പറഞ്ഞു. അതേമാതിരിയാണ് എന്ന്. ഇത് വല്ലൊരു മണ്ണ് കൊടുത്ത് ടിപ്പറിൽ തട്ടിയതാക്കാരം. മഞ്ഞ് വീഴാൻ പറ്റിയൊരു പ്രായം. അതെ, എന്നെ ഒരുപാട് സ്നേഹിക്കുന്ന ഒരാള്. എന്താ പറയാ, എങ്ങനെ പറയണ്ടെന്നറിയില്ല. ഇത് തൊള്ളേണ്ട് പറഞ്ഞാ മതി. പ്രേമമാണോ എന്നൊന്നും വിചാരിച്ചേക്കല്ലേ. സലീമ മുഞ്ചിയോ നാളെ പ്രണയമാവൂന്ന് എനിക്കറിയില്ല കേട്ടോ. അങ്ങനത്തെ ഒരാള് എന്നെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന, ഒരുപാട് ഇഷ്ടപ്പെടുന്നതെന്ന് പറഞ്ഞാൽ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരാളുണ്ട്. ആളാ ഞാനിന്ന് മീറ്റ് ചെയ്യാൻ പോവാണ്. അവന്റെ കഷ്ടകാലം. അതിന്റെ ഒരു സന്തോഷത്തിലാണ് ഞാന്. അതാ രാവിലെ തന്നെ എഴുന്നേറ്റത്. ഞങ്ങളൊക്കെ വൈകുന്നേരത്താണല്ലോ രാത്രി കടന്ന എഴുന്നേക്കല്. ജോളി രാവിലെ തന്നെ എഴുന്നേറ്റ്. ഇതൊന്ന് പറഞ്ഞു തീരുമ്പോഴത്തിന് ഇവള് പറഞ്ഞിട്ടാണ് ഇവളെന്നെ ചിരിച്ചു. എന്താ അതിൽ കഥ എന്ന് വെച്ചൊരു പിടുത്തമല്ല. നിങ്ങൾ ശ്രദ്ധിച്ചോക്കൊണ്ട് ഓള് പറയാ, ഓള് ചിരിക്കുക. സമയത്തൊന്നും എഴുന്നേക്കാറില്ല. പക്ഷെ ആ കാണാൻ ആഗ്രഹം കൊണ്ട് കുറച്ച് നേരത്തെ എഴുന്നേറ്റു. അപ്പൊ ഇങ്ങനെ ടെൻഷനായിട്ട് നിക്കുക. എന്നിട്ട് ഇരിക്കുകയാണല്ലോ. ആളെ കാണുക എന്നുള്ളത് കുറെ കാലമായി കാണണമെന്ന് വിചാരിക്കുന്നത്. പക്ഷെ എന്റെ തിരക്കുകൾ മൂലവും അദ്ദേഹത്തിന്റെ തിരക്കുകൾ മൂലവും കാണാൻ ഇതുവരെ പറ്റിയിട്ടില്ല. അപ്പോ ഇന്ന് തിരക്കെല്ലാം മാറ്റി വെച്ച് എനിക്കിതാ വരയ്ക്കാനുണ്ട്. അതെ, ഇവിടെ വരച്ചു വെച്ചിരിക്കുന്നതാണ്. അതൊക്കെ പിന്നീട് വന്നിട്ട് എന്നൊക്കെ വിചാരിച്ചിട്ട് മാറ്റി വെച്ചതാണ്. എന്താ പറയണ്ടെന്ന് എനിക്ക് അറിയില്ല. എന്നാ പിന്നെ പോ, പറയാതെ. വല്ലാത്തൊരു എക്സൈറ്റ്മെന്റ്. വീട്ടം കൊണ്ടാണ് ഇവിടെ അടുത്തൊക്കെ പള്ളിയിൽ കയറി പ്രാർത്ഥിക്കുക എന്ന് പറയാന് അറിയാലോ. ഇസ്ലാം മതവിശ്വാസ പ്രകാരം പള്ളിയിൽ അങ്ങനെ പോയിട്ട് പ്രാർത്ഥിക്കാറില്ല. പിന്നെ പള്ളി നേരം വെളുക്കുമ്പോ പെരീക്ക് വരില്ല, പള്ളിയിൽ പോയിട്ട് പ്രാർത്ഥിക്കാറില്ലാന്ന്. ഞങ്ങളൊക്കെ പെരീക്ക് രാവിലെ നീച്ച് പള്ളി ഇങ്ങോട്ട് വരില്ല. ഇത് ഞങ്ങൾ ഇവിടുന്നാ പ്രാർത്ഥിക്കുക ഇസ്ലാം നിയമപ്രകാരം. അങ്ങോട്ട് പോകുന്നിടത്ത് കൃഷ്ണന്റെ ഒരു അമ്പലമുണ്ട്. അങ്ങനെ പറയാം. കൃഷ്ണന്റെ അമ്പലത്തിൽ ഒന്ന് പോയിട്ട് ഒന്ന് പ്രാർത്ഥിക്കണം. എന്നിട്ടേ ആളെ കാണാൻ ഞാൻ പോവുള്ളൂ. കുറച്ച് ലോങ് പോകണം കേട്ടോ ആളെ കാണാന്. ബഹിരാകാശത്താ കാർ എടുക്കുന്നില്ല, ആളുടെ കയ്യിൽ കാറുണ്ട്. അപ്പൊ ഞാനും കാർ എടുത്താല് 2 കാറ്, അതുകൊണ്ട് എങ്ങോട്ടെങ്കിലും അങ്ങോട്ടും തിരിയേണ്ടി വന്നാ സ്വീപ്പായി പോവില്ല. അങ്ങോട്ടും തിരിയാൻ വന്നാണ് തിരിച്ചണം. അതിനല്ലേ സ്റ്റിയറിങ്. അവിടെ എന്ത് സ്വീപ്പാ, ഏതബള്. അപ്പം 2 കാറുള്ളത് കൊണ്ട് ഞാൻ കാർ എടുക്കുന്നില്ല. അതപ്പൊ ചിരിക്കുക. ആളുടെ കയ്യിലുണ്ട്. അപ്പോ അതിന് പോകാനൊക്കെ വേണ്ടി റെഡി
റെഡി ആവാൻ നോക്കുകയാണ്. എന്ത് കോസ്റ്റ്യൂം ഇടണം എന്നുള്ളൊരു സംശയം. ഒരു സംശയം വേണ്ട, ഈ മോന്തൊക്കെ എന്തിട്ട് പോയിട്ടും കാര്യമല്ല. ആ അമ്മാരി കോലല്ല, ജാതിയൊന്നും നനച്ച് കുളിച്ച ഒരു മനുഷ്യന്മാരെ കോലത്തിലേക്ക. ഇതിങ്ങനെ ജന്നെ പറയാ, ജന്നെ ചിരിച്ച, എന്നിട്ട് മറ്റേ എന്താ പറയാ, ഈ ടയറിന്ന് കാറ്റ് വീണ മാതിരി ഇടക്കൊരു ഏറും ഹീ ഹീ എന്ന് പറഞ്ഞുകൊണ്ടൊരു ഏറും പൂടുക. ഇതിന് എന്ത് മനസ്സിലാകാനാ? ഓൾക്ക് കോസ്റ്റ്യൂം ഏതായിട്ടാണ്. ഓള് വൈകുന്നേരം കഴിഞ്ഞ് നിൽക്കണ ചെറിയ കുട്ടിയാ. ഓൾക്ക് ഇപ്പൊ എന്ത് കോസ്റ്റ്യൂം ഇട്ടിട്ട് പോണം ഈ ആളെ കാണാൻ എന്നുള്ള കൺഫ്യൂഷനാണ്. അതിപ്പോ നമ്മളോട് ചോദിക്കുകയാണ്, എന്തിട്ടിട്ട് എന്താ കാര്യം? ഇതല്ലേ കണ്ണും മോറും. ഇപ്പൊ നേരങ്ങത്തിലൊന്നും കുളിച്ചുമില്ല, തിരുമ്പൂല്ല, മറ്റുള്ള കാര്യം പറഞ്ഞ മാതിരി. എന്താ കോസ്റ്റ്യൂം ഇടുക? അത് വല്ലാത്തൊരു ക്വസ്റ്റ്യന്മാർക്കാ. ഒരു അനേക ഡ്രസ് എനിക്കുണ്ട്, പക്ഷെ അതിൽ എന്തിട്ട് പോവും? വാളിട്ടോ? നമ്മൾ ഫസ്റ്റ് മീറ്റില് അങ്ങനെയൊക്കെ തോന്നുമല്ലോ, എന്തിട്ട് പോവും? ആളെങ്ങനെ എന്നെ സോഷ്യൽ മീഡിയ കൂടെ ഇഷ്ടം പോലെ കണ്ടിട്ടുണ്ട്, പക്ഷെ ഞാനങ്ങനെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ കാണാത്തൊരാളെയാണ് ഞാൻ കാണാൻ പോകുന്നത്. പ്രണയമാണോ എന്നൊന്നും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. പ്രണയമാണോ? ആളെന്ന് നമ്മൾ ഇത്രയും കാലം സ്നേഹിച്ച് ആരാധിച്ച് കൊണ്ടു നടന്ന ആ മഹത് വ്യക്തിയെന്ന് ഒന്ന് നേരിട്ട് പോയി കാണുക എന്നുള്ള ഒരിത്. എന്റെ അരുണിന്റെ ഫ്രണ്ടാട്ടോ. അങ്ങനെ അത് ഞാൻ പറഞ്ഞുതരാം. അരുണിന്റെ ഫ്രണ്ടാണ്, പക്ഷെ അരുണിന്റെ കൂടെ ഉണ്ടാവാറുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, പക്ഷെ എനിക്കിതുവരെ അങ്ങനെ കാണാൻ പറ്റിയിട്ടില്ല. അപ്പം അരുണ് അവന്റെ രൂപം ഭാവം അവന്റെ സ്വഭാവം ഒക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ആദ്യം നിങ്ങൾ ഗിഫ്റ്റ് മേടിക്കാന്ന് വിചാരിച്ചു. പിന്നെ വിചാരിച്ചു ഫസ്റ്റ് കാണുമ്പോൾ നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുക, അതൊക്കെ പണ്ടത്തെ ഒരു ഇതല്ലേ, അതുകൊണ്ട് അത് ഞാൻ അങ്ങ് വിട്ടേച്ചു. അപ്പൊ ആളെ ഒന്ന് മീറ്റ് ചെയ്യാം, ഒരു ചായ കുടിക്കാം, തിരിച്ചു പോരുക. പക്ഷെ ആളെന്ന് കാണുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഒരാഗ്രഹം ഉണ്ടായിരുന്നു. നമ്മളെ അത്രത്തോളം ഇഷ്ടപ്പെടുന്ന ഒരാള് നമ്മുടെ തൊട്ടടുത്തുണ്ട് എന്നൊക്കെ കേൾക്കുമ്പം ചിലർക്ക് പറയും, ചിലര് ഈ കയ്യിന്റെ മുകളിലൊക്കെ പേര് കുത്തുക എന്നൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട്. ഇത് ഭയങ്കര ആരാധനയായിപ്പോയി. അപ്പൊ എന്നെക്കാട്ടിലും ചെറുപ്പാണോ ഇനി വലുപ്പാണോ എന്ന് വെച്ചാൽ വലിയ കുട്ടിയാണോ എന്നൊന്നും എനിക്കറിയില്ല. ആദ്യമായിട്ടാ കാണുന്നത്, അതെനിക്കറിയാം. അപ്പൊ ഞാൻ ചോദിച്ചു ഒന്ന് കണ്ടേക്കാന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു ഒന്ന് അമ്പലത്തിൽ പോയി പ്രാർത്ഥിച്ചേക്കാന്ന്. ആളെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുള്ളവര് ഉണ്ടെങ്കിൽ ഒന്ന് വെയിറ്റ് ചെയ്യും. ഞങ്ങൾ ആകെ അതിനെ നേരം വെളുത്ത് നീച്ച് കുളിച്ചു മാറ്റി ഇവിടെ ഇരിക്കണത്. ഏതെങ്കിലും പൊടിച്ചെറുക്കന്മാരെ ചാക്കിലാക്കിയിട്ട് ഇജ്ജ് കാണാൻ പോണത് ആകെ ആകാംക്ഷയോടെ നിൽക്കുക. അതിനിരിക്കുകയാണെങ്കിൽ ദിവസം ഞങ്ങൾ എത്രണ്ണത്തിനെ കാണണം. ഇജി കണ്ണി കണ്ട ലോറി സ്റ്റാൻഡിൽ കൂടി ഓട്ടോറിക്ഷയിൽ കൂടി അതിയനി ഇതിയനി ഒക്കെ നടക്കല്ലേ. ഇജി നേരം വെളുത്താ നീച്ച് നടക്കൽ തുടങ്ങും എന്റെ മൊബൈലും തൂക്കിയിട്ട്. അതിൽ ജാരനൊക്കെ കാണുന്നു, ആരൊക്കെ എൻ്റെ അടുത്തേക്ക് വരുന്നു, ആരൊക്കെ പോണു. ഞങ്ങളിത് നോക്കിയും കൊണ്ട് എണ്ണിയും കൊണ്ടിരിക്കുക. വേറെ പണിയില്ല മകളെ. എന്നിട്ട് എന്താ ഇപ്പോഴത്തെ പരിപാടി എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ 36 കജ്ജിന്ന് പെയ്ക്കണു. അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം എന്താ വെച്ചാൽ സ്ഥിരം പല്ലവി. പോലീസുകാര് അവരുടെ പക്ഷാണ്. പോലീസുകാര് ഞാൻ ചെന്നിട്ട് നിയമം ഒന്നും ചെയ്തന്നില്ല, ഇന്നെ പരിഗണിച്ചില്ല എന്നൊക്കെ പറഞ്ഞിട്ട് പോലീസുകാരെ മണ്ടക്ക് കയറുക. അതല്ലെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിന്റെ മണ്ടക്ക് കയറുക. ഇതൊക്കെയാണ് ഇവളെ പണി. ഇവള് പറയുന്ന കൊയിലാണ്ടി പോലീസ് ഇവള് പറഞ്ഞ കേസ് ഇതുവരെ എടുത്തിട്ട് തന്നെയല്ല, അത് ഹോസ്പിറ്റലിലെ ആളാണ്. അതിനാണല്ലോ അപ്പൊ പോലീസുകാർ അവിടെ ഇരിക്കണത് അല്ലെ. അതുകൊണ്ടല്ല, ഈ ദിവസവും 3 നേരം മറ്റോളമാതിരി ഇങ്ങനെ ചെന്നിട്ടേ പോലീസുകാർക്ക് അതൊരു വിലയില്ലാതെ ഇരിക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ നാട്ടുകാരെ പറ്റിച്ചിന കേസല്ലാതെ ജെന്യൂനായിട്ടുള്ള എന്തുകൊണ്ടേലും പോയൊക്കെ ഒരു കേസ് എടുക്കും. എന്നിട്ടിപ്പോ ലവ്വറെ കാണാൻ പോവുക. അതിന് ആകാംക്ഷയിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും കാണണമെങ്കിൽ നിങ്ങളൊന്ന് വെയിറ്റ് ചെയ്യുന്നു. അവിടെ ഇരിക്കാൻ നിങ്ങൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിട്ട് ഞാൻ പോവുക. ഇരാന്ത് വരും.